കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരനെതിരായ കൂടോത്ര വിവാദവുമായി ബന്ധപ്പെട്ട പരാതി മ്യൂസിയം പോലീസിന് കൈമാറി. കേസിൽ എഫ്ഐആർ ഇടാൻ കണ്ടോൺമെന്റ് എ.സി നിർദ്ദേശം നൽകി. ഏതൊക്കെ വകുപ്പുകൾ ചേർക്കണമെന്ന് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം തീരുമാനിക്കും. സുലേഖ ശശികുമാർ ചേരുകയാണ്. സുലേഖ, എന്തൊക്കെയാണ് പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ? അസിത, എന്തായാലും രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്തൊരു കാര്യമാണ് കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരന്റെ വീട്ടിൽ നിന്ന് കൂടോത്രത്തിന് സമാനമായ ആഭിചാര കർമ്മങ്ങൾ നടത്തി എന്ന് പറയപ്പെടുന്ന സാമഗ്രഹികൾ കണ്ടെത്തിയ സംഭവം. കേരള കോൺഗ്രസ് എം നേതാവ് എ.എസ് ഹാഫിസിന്റെ പരാതിയിലാണ് ഇപ്പോൾ നടപടിയെടുക്കാൻ തീരുമാനമായിട്ടുള്ളത്. ഹാഫിസ് DGPക്കാണ് കഴിഞ്ഞ ദിവസം പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. പരാതിയിൽ VIP സുരക്ഷയുള്ള ആൾക്ക് നേരെയാണ് ഇത്തരത്തിൽ ആഭിചാരക്രിയ പോലുള്ള കാര്യങ്ങൾ നടന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ അന്വേഷണം വേണം, ഇത് ചെയ്ത അയാളെ പുറത്തു കൊണ്ടുവരണം എന്നാണ് ഇത്തരത്തിൽ ഈ പരാതിയിൽ പറയുന്നത്. അതിനോടൊപ്പം തന്നെ കെ സുധാകരന് നേരെ ഒരു അപകടമുണ്ടായാൽ അത് രാഷ്ട്രീയ സംഘർഷം അടക്കം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഇന്നലെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കാൻ 2 അസിസ്റ്റന്റ് കമ്മീഷണർമാർക്ക് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ജി സ്പർജൻ കുമാർ ചുമതല നൽകിയിരുന്നു. ഇതിലാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. കൂടോത്രം കണ്ടെടുത്തത് പല സ്ഥലങ്ങളിൽ നിന്നായതിനാൽ തന്നെ കേസ് എവിടെ രജിസ്റ്റർ ചെയ്യണം എന്ന കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം നിലനിന്നിരുന്നു. നിലവിൽ മ്യൂസിയം പോലീസാണ് ഈ കേസ് എഫ്ഐആർ ഇട്ട് അന്വേഷിക്കാൻ തീരുമാനമായിട്ടുള്ളത്. കെ.പി.സി.സി കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ODI ഇത്തരത്തിൽ കെ.പി.സി.സി ഓഫീസിൽ നിന്നും ഇത്തരത്തിൽ കൂടോത്രത്തിന് അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്നുള്ളൊരു ഓഡിയോ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് കേസ് മ്യൂസിയം പോലീസിന് കൈമാറിയിട്ടുള്ളത്. കേസ് എഫ്ഐആർ ഇടുന്ന സാഹചര്യത്തിൽ തന്നെ മരണഭയം സൃഷ്ടിക്കൽ, അതിനൊപ്പം തന്നെ വീട്ടിൽ അതിക്രമിച്ച് കയറൽ തുടങ്ങിയ വകുപ്പുകൾ അടക്കം ഈ എഫ്ഐആർ ചേർക്കാനാണ് നിലവിൽ ആലോചനയുള്ളത്. നിലവിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഉടൻ തന്നെ ഈ കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമെന്നുള്ളത് തന്നെയാണ് അസിത. ശരി, സുലേഖ ശശികുമാർ വിവരങ്ങൾ നൽകിയത്.